നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൃത്തിയായി തോറ്റതിന് പിന്നാലെ പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഉയരുന്നത്. CPM-ൽ പിണറായി വിജയന്റെ അപ്രമാദിത്വം തകർന്നു വീഴുന്ന കാഴ്ചയ്ക്ക് കൂടിയാണ് സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കരുതെന്ന് ചിലർ ആവശ്യപ്പെട്ടത് തന്നെ അതിന് തെളിവാണ്. സാധാരണഗതിയിൽ എന്ത് തീരുമാനവും ഐക്യകണ്ഠേന പാസാക്കുന്ന PB-യിൽ പക്ഷേ പിണറായി വിജയനെതിരെ ചില അംഗങ്ങൾ വോട്ട് ചെയ്യുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്തും അതിനു മുമ്പും ഏറെ ധാർഷ്ട്യത്തോടെയാണ് പിണറായി വിജയൻ പെരുമാറിയത്. അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരിക്കും തന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നുണ്ട് VD സതീശൻ. ഒരു ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്ന രീതിയിലുള്ള സമീപനങ്ങളൊന്നും VD സതീശനിൽ നിന്നും എന്തായാലും ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കുന്നുണ്ട് അണികൾ. 1998 സെപ്റ്റംബർ 25-ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതു മുതൽ തുടങ്ങിയ ധാർഷ്ട്യം മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് ജനം ഇറക്കിവിടുന്നതുവരെ തുടർന്നു. സ്ഫോടനാത്മകമെന്നോണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച തോൽവി പാർട്ടിയെ ഞെട്ടിക്കുമ്പോൾ അതിന് ഉത്തരവാദി പിണറായി വിജയനും MV ഗോവിന്ദനുമാണെന്നാണ് വിമർശനം വ്യാപകമായിരിക്കുന്നത്. എങ്കിലും താനല്ലാതെ മറ്റാരുണ്ട് എന്ന മട്ടിൽ ഭീകരമായ ഹോർഡിങ്ങുകൾ നാടാകെ പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നിലേക്ക് മാത്രം പ്രചാരണ പരിപാടികളെ കേന്ദ്രീകരിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഒരിക്കലും പ്രതിപക്ഷ നേതൃപദവിയിലിരിക്കാൻ തയ്യാറാകുമായിരുന്നില്ല. പിണറായി സ്വയം മാറുമെന്ന് പ്രതീക്ഷ പുലർത്തിയ ചില നേതാക്കൾ പാർട്ടിയിലുണ്ടായിരുന്നു. എന്നാൽ ആ മാറ്റം ആവശ്യപ്പെടാൻ ത്രാണിയുള്ള നേതാക്കൾ ആരും തന്നെ പാർട്ടിയിൽ ഇനിയും ഉയർന്നു വന്നിട്ടില്ല എന്നത് വാസ്തവമാണ്. സ്ഥാനത്തുള്ള MV ഗോവിന്ദൻ പാർട്ടിയിൽ ഉയർന്നു വന്ന എതിർപ്പുകളെ എല്ലാം അവഗണിച്ചുകൊണ്ട് തന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതുവഴി ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാളാണ്. അതിന്റെയും രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചതുൾപ്പെടെയുള്ള അഴിമതികളുടെയും പേരിലാണല്ലോ കണ്ണൂർ ജില്ലയിലെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം പാർട്ടി നാമാവശേഷമായത്. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആഗ്രഹ സാഫല്യത്തിന് കൂട്ടുനിന്ന പിണറായിയെ ഒറ്റപ്പെടുത്താൻ ഗോവിന്ദന് കഴിയാത്തതുകൊണ്ട് കൂടിയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി ഇരിപ്പുറപ്പിക്കുന്നത്. EK നയനാർക്ക് ശേഷം VS അച്യുതാനന്ദന്റെ ജനകീയതയ്ക്ക് ലഭിച്ച സ്വീകാര്യതയാണ് ആകുന്ന കാലത്തോളം തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് മുതൽക്കൂട്ടായിരിക്കുന്നത്. 2016-ലെ തെരഞ്ഞെടുപ്പ് പോലും VS-നെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് CPM നടത്തിയത്. ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുവെന്ന് മുഖ്യമന്ത്രിയായ പിണറായിക്ക് പാർട്ടി നൽകിയത് തലതൊട്ടപ്പന്റെ സ്ഥാനം. പിന്നീടുള്ള 10 വർഷം പിണറായി വിജയന്റെ കൈകളിൽ ഒതുങ്ങി CPM. അതിന്റെ ബാക്കിയാണ് നമ്മൾ കണ്ട ചില പ്രകടനങ്ങൾ. മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ചൂടാവുക, പൊതുവേദിയിൽ സെൽഫി എടുക്കാൻ വന്നവരെ ആട്ടിപ്പായിക്കുക, ചോദ്യം ചോദിച്ചവരോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറയുക, അങ്ങനെ പോകുന്നു പിണറായി വിജയന്റെ ലീലാവിലാസങ്ങൾ. സത്യപ്രതിജ്ഞാ വേദിയിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ ജനപ്രീതി കണ്ട് ഒരു വേള പിണറായി വിജയൻ അന്തം വിട്ടിരിക്കാം. സുരക്ഷാ വലയം ഭേദിച്ച് പാഞ്ഞു വന്ന വൃദ്ധയായ അമ്മാളു അമ്മയെ സത്യപ്രതിജ്ഞാ വേദിയിൽ ചേർത്ത് നിർത്തുന്നുണ്ട് രാഹുൽ ഗാന്ധിയും VD സതീശനും. അവരോട് കടക്ക് പുറത്തെന്ന് ആരും പറഞ്ഞില്ല. പകരം ചേർത്ത് നിർത്തി അവരുടെ സ്നേഹം ഏറ്റുവാങ്ങുന്നുണ്ട് മുഖ്യമന്ത്രി സതീശൻ. ഒരു വേള പിണറായി വിജയനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എന്താകുമായിരുന്നുവെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ ആ ഭീകരത. ആ ദൃശ്യങ്ങളിലേക്ക് കടക്കാം.